ഹായ് പ്രിയമുള്ളവരെ, അയലത്തെ മലയാളിയിലേക്ക് സ്വാഗതം. ആ, സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ടൊരു ന്യൂസ് പരക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബ് ഹാൻഡിലുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അനുമോള് കപ്പ് നേടിയെന്ന്. ആ വാർത്ത സത്യമാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ അത് സത്യമാണെങ്കിൽ ആ വിജയത്തെ ഞാൻ അംഗീകരിക്കുന്നു. പി ആറിന് ഹാട്രിക് കപ്പ് 3 വർഷം തുടർച്ചയായിട്ട് പി ആറിന് കപ്പ് കിട്ടട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉള്ള എല്ലാ ആളുകളോടുമുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ കപ്പുമായിട്ട് അനുമോൾ ഇറങ്ങി വരുമ്പോൾ ഒരു തരത്തിലുള്ള ഡീഗ്രേഡിങ്ങും പാടില്ല. മത്സരം അവിടെ കഴിഞ്ഞു. ഇതൊരു മുന്നറിയിപ്പാണ്. അടുത്ത വർഷം, ഈ വർഷം നല്ലൊരു പോരാട്ടം എല്ലാവർക്കും കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു. ബിഗ് ബോസിന് ജനങ്ങളിലേക്ക് വലിയൊരു സന്ദേശം എത്തിക്കാനായിട്ട് സാധിച്ചു. പി ആറുകൾ എങ്ങനെയാണ് ബിഗ് ബോസ് കപ്പിനെ, ഈ ബിഗ് ബോസ് ഷോയെ നശിപ്പിക്കുന്നതെന്ന് ഏഷ്യാനെറ്റും ബിഗ് ബോസും അവർക്ക് സാധിക്കുന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ബോധവാന്മാരാണ്. എങ്ങനെയാണ് പി ആർ നമ്മുടെ മനസ്സിനെ, നമ്മുടെ തലച്ചോറിനെ അവർ മാറ്റിയെടുത്ത് അവർക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്ക് നമ്മുടെ വോട്ട് എത്തിക്കുന്നത്, എങ്ങനെയാണ് കള്ള വോട്ടുകൾ അവർ നേടുന്നത്, എങ്ങനെയാണ് വ്യാജ വോട്ടുകൾ അവർ മത്സരാർത്ഥികൾക്ക് വേണ്ടി നേടുന്നത്. ഇത്രയെല്ലാം മനസ്സിലാക്കിയ നമുക്ക്, ജനങ്ങൾക്ക്, അടുത്ത പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 8 അത് 8ൻ്റെ പണി ആയിക്കൊള്ളട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് അവരുടെ കളികൾ നോക്കിയിട്ട്, അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ നോക്കിയിട്ട്, അവരുടെ വീക്ഷണം നോക്കിയിട്ട്, അവരുടെ കാഴ്ചപ്പാട് നോക്കിയിട്ട്, അവരുടെ സത്യസന്ധത നോക്കിയിട്ട്, അവരുടെ നല്ല സ്വഭാവം നോക്കിയിട്ട് വോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. ആം, വാർത്തകൾ അത്ര ശുഭകരമല്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷേ വാർത്തകൾ ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ഹാൻഡിലുകളിൽ നിന്നും കിട്ടുന്ന, നിങ്ങൾ കാണുന്ന പോലെ ഞാനും കണ്ട ഒരു ഇൻഫർമേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. എൻ്റെ സങ്കടം അറിയിക്കണമെന്ന് തോന്നി. പക്ഷേ ഇതൊരു തോൽവിയല്ല. നമ്മുടെ ശക്തമായിട്ട് പിടിച്ചു നിന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള വിജയമായിരുന്നില്ല. ജനങ്ങൾ അനീഷിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ അക്ബറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ നെവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഷാനവാസ് ഇക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ഏകപക്ഷീയമായ വിജയമാകാതെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അടുത്ത പ്രാവശ്യമെങ്കിലും പി ആറുകളെ തോൽപ്പിച്ച് കാശ് കയ്യിൽ മേടിച്ചുകൊണ്ട് റിവ്യൂ പറയുന്ന ചാനലുകളെ തോൽപ്പിച്ച് നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കാം. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. അതുവരെ താങ്ക് യു സോ മച്ച്.